നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വ്രതത്തിനെന്തെങ്കിലും ഭംഗം വന്നാൽ വ്രതം പിടിക്കുന്ന ആൾക്ക് കഠിനമായ ദോഷം വരും, മരണം വരെ സംഭവിച്ചെന്ന് വരും. എത്ര കഠിനമായ വ്രതമായാലും ഞാനത് ചെയ്യാം. ഗൗരി ചേച്ചിയുടെ ആത്മാവിനെ മോചിപ്പിച്ചാൽ മാത്രം മതി. 3 ദിവസത്തെ വ്രതം ഗംഗ പൂർത്തീകരിച്ചാൽ ഗൗരി എവിടെയാണുള്ളതെന്ന് എനിക്ക് വ്യക്തമാവും. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എനിക്ക് ആ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ. ശരി തിരുമേനി, ഞാൻ വ്രതം കൃത്യമായി തന്നെ നോക്കിക്കോണം. ചുറ്റും ശത്രുക്കളാണ്. അവർക്ക് നടുവിൽ നിന്ന് വ്രതം പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് ഗൗരി ചേച്ചിയെ രക്ഷിച്ചേ മതിയാവൂ. കുട്ടിയുടെ ആത്മവിശ്വാസം നല്ലത് തന്നെ. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഗൗരിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ പോകുന്നതെന്ന് മറക്കണ്ട. ഒരിക്കൽ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി. ഇല്ല തിരുമേനി, എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. ഞാൻ ഏത് വിധേനയും ഈ വ്രതം പൂർത്തിയാക്കും. തിരുമേനി എങ്ങനെയും ഗൗരി ചേച്ചിയെ മോചിപ്പിക്കണം. കുട്ടിയുടെ തീരുമാനം പോലെ നടക്കട്ടെ. ഗംഗ വ്രതമെടുക്കുന്ന സമയം മുഴുവൻ ഞാൻ ഗൗരിയെ രക്ഷിക്കാനുള്ള പൂജയിലായിരിക്കും. വ്രതം ഭംഗിയായി പൂർത്തിയാക്കുമ്പോൾ ഗൗരിയുടെ മോചനത്തിനുള്ള മാർഗവും ദൃശ്യമായിരിക്കും. ശരി. വ്രതം എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ ഉപവാസമൊന്നുമല്ല മഹേട്ട. മത്സ്യവും മാംസവും കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു വ്രതം? ഈ അടുത്ത കാലത്തായിട്ട് മഹേട്ടനും മാളുവിനും മോശം സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുരിതങ്ങൾ വരുന്നത് അതിന്റെ ലക്ഷണമാണ്. ഞാൻ ഭട്ടതിരിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ഈ വ്രതത്തെക്കുറിച്ച് പറഞ്ഞത്. 3 ദിവസം ഈ വ്രതം എടുത്ത് ഭംഗിയാക്കിയാൽ എല്ലാ ദോഷങ്ങളും മാറുന്ന അദ്ദേഹം പറഞ്ഞത്. വ്രതം നോക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നിന്നെക്കുറിച്ച് ഗംഗേ എനിക്ക് പേടി. എനിക്കും മോൾക്കും വേണ്ടി നീ എത്ര കഠിനമായ വ്രതവും നോക്കുമെന്ന് എനിക്കറിയാം. അത് പക്ഷേ നിനക്ക് ദോഷം ചെയ്യും. നിന്റെ ആരോഗ്യം അതെനിക്ക് പ്രധാനം തന്നെയാണ്. അതെനിക്കറിയാം മഹേട്ട. പക്ഷേ ഈ വ്രതം എനിക്ക് നോക്കിയേ മതിയാവൂ. മഹേട്ടന്റെ അനുവാദം ഇല്ലാതെ ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നീ വിഷമിക്കാതെ. ഒരു നല്ല കാര്യമല്ലേ, ഞാൻ എതിർക്കുന്നില്ല. ഈശ്വരന്റെ കൃപ അതെന്ന് നിനക്ക് കൂട്ടുണ്ടാവും. ശരി മഹേട്ട. മഹേട്ടൻ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം വിജയിക്കാൻ സാധിക്കും. മഹേട്ടന്റെ ഈ സ്നേഹവും കരുതലും എന്നും ഉണ്ടാവണമെന്ന് മാത്രം എന്റെ പ്രാർത്ഥന. ഗംഗ എന്തിനു വേണ്ടിയായി വ്രതം എടുക്കുന്നത്? ഇതിനു പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ 3 ദിവസത്തെ വ്രതം ഇപ്പൊ എടുക്കില്ല. അതെന്താണെന്ന് അറിഞ്ഞേ മതിയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.